ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുന്നത് ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടി ചുറ്റുമതിലും പടിപ്പുരയും പൂന്തോട്ടമൊക്കെ ഉള്ള ഒരു അടിപൊളി വീടാണ്. ഈ വീട് നിങ്ങൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ കണ്ടാൽ തന്നെ നിങ്ങൾ അപ്പം തന്നെ ഈ വീട് സ്വന്തമാക്കിയിരിക്കും. കാരണം ഇതിൻ്റെ ഇൻറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ഈ വീടിൻ്റെ ഓണർ ഒരു എൻജിനീയറും ഒരു വലിയൊരു ബിൽഡറും കൂടിയാണ്. ഓണർ ഇന്ത്യക്ക് വെളിയിൽ ഗൾഫ് കൺട്രിയിലും യൂറോപ്യൻ കൺട്രിയിലൊക്കെ ഉണ്ടായിരുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസും ഈ വീടിൻ്റെ ഇൻറ്റീരിയൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ വീടിൻ്റെ അകത്തെ കാഴ്ചകൾ അതുപോലെയാണ്. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടി സ്വന്തമായിട്ട് നിർമ്മിച്ചൊരു വീടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ ഇതിൻ്റെ അകത്തെ ഫെസിലിറ്റി എന്തൊക്കെയായിരിക്കുമെന്ന്. പിന്നെ വീഡിയോയിൽ ഹൈഡ് ചെയ്ത 1-2 ഫെസിലിറ്റിയും കൂടി ഉണ്ട്. ബാക്കി ഡീറ്റെയിൽ പറയുമ്പോൾ ഒരു കാര്യം, എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണുക. നമ്മുടെ വീഡിയോക്ക് ലൈക്ക് തീരെ കുറവാണ്, അതുകൊണ്ട് എല്ലാവരും ഒന്ന് സഹകരിക്കുക. പുതിയതായി നമ്മളെ വീഡിയോ കാണുന്നവരോടൊരു കാര്യം, കേരളത്തിലെവിടെയും യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനും ഇല്ലാതെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീടുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾക്കോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ന്യായമായ വിലയിൽ നിങ്ങളുടെ വീടുകൾ വിൽക്കുന്നതിനും ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം, എന്നിട്ട് ബാക്കി ഡീറ്റെയിലൊക്കെ സംസാരിക്കാം. അതിനിടയ്ക്ക് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ ഒന്ന് കാണും. ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങൾ കാണ്. ഇതാണ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടിൻ്റെ വാളാണ്ടി കാണണം. എങ്ങനെയുണ്ട്? ആര് വന്ന് കണ്ടാലും ഒന്ന് മോഹിച്ചു പോവും. വീട് കംപ്ലീറ്റ് ഫുള്ള് CCTV കവറേജാണ്. ഇനിയിപ്പോൾ നേരെ കയറണമാണ് നമ്മുടെ ലിവിങ് ഏരിയ. ഇതാണ് നിങ്ങളുടെ ലിവിങ് റൂം. എന്ത് അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തേക്കണേ നോക്കി. ഓവറായിട്ടൊന്നുമില്ല, നല്ല ഒരു എന്താ പറയുക, ഒരു വലിയൊരു ഹോട്ടലിൽ ലോബി ചെന്നൊരു പ്രതീതിയാണ്. അതേ കൂടത്തെ ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് കളറോ കാര്യങ്ങളോ ഒന്നുമില്ല, എന്നാൽ എല്ലാ ആഡംബരം ഉണ്ടെന്നാലും അത്യാവശ്യം നല്ല വെട്ടവും വെളിച്ചവും എല്ലാനും കിട്ടുന്ന രീതിയിലാണ് അതിൻ്റെ സ്റ്റെയർ കേസിനൊക്കെ നല്ല വൈറ്റ് കളർ, പ്യൂർ വൈറ്റ് സ്റ്റെപ്പാണ് കൊടുത്തേക്കണം. എല്ലാത്തിനും അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്. ഒന്നും ഓവറല്ല, എല്ലാം ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് എന്ന് പറയാം. ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയുടെയൊക്കെ ഒരു സെറ്റപ്പ് നോക്കി. നല്ല അടിപൊളി ഒരു ഡൈനിങ് ഏരിയ, ഒരു ഓപ്പൺ കിച്ചണാണ്ട. കിച്ചൻ്റെ ഒരു സെറ്റപ്പ് നോക്കി. ഇത് നിങ്ങളുടെ വാഷ് ഏരിയയാണ്. അടിപൊളി ഒരു വാഷ് ഏരിയ, അതിനോട് ചേർന്ന് തന്നെ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചണിലെ വിശേഷങ്ങൾ കാണാം. ഇതിൻ്റെ ഫുള്ള് ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടിപൊളി വീടാണിത്. ഇതിൻ്റെ ഒരു സെറ്റപ്പ് വേണ്ട, എവിടെ നോക്കിയാലും നമുക്ക് ഇഷ്ടപ്പെട്ടു പോകുന്നുള്ളൂ. നമുക്കൊരു എന്താ പറയണ, ഒരു ഇറിറ്റേഷൻ തോന്നില്ല. എവിടെ നോക്കിയാലും നമുക്കൊരു ഹാപ്പി മൂഡായിരിക്കുള്ളൂ. അടിപൊളി ഒരു സ്ലാബും കാര്യങ്ങളൊക്കെ ഈ സൈഡിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല എന്താ പറയണ, വേറൊരു വൈബാണ് ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ. എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. കിച്ചൺ സ്ലാബിൻ്റെ ഒക്കെ ഒരു സെറ്റപ്പ് വേണ്ട. നല്ല അടിപൊളി ഒരു വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഒരു വീടെന്ന് തന്നെ പറയാം. അത്ര അടിപൊളിയായിട്ടുള്ള വീടാണ്. 3400 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൽ 5 ബെഡ്റൂം ഉണ്ട്. അതിൽ 4 ബാത്ത് അറ്റാച്ച്ഡാണ്. ഒരെണ്ണത്തിന് ഒരു കോമൺ ബാത്റൂമാണുള്ളത്. പിന്നെ സിറ്റ് ഔട്ട്, ലിവിങ്, ഡൈനിങ്, മുകളിൽ വേറൊരു ഹാള്, ഒത്തിരി ഫെസിലിറ്റി ഉണ്ട് ഇതിൻ്റെ അകത്ത്. അത് നിങ്ങൾ ഇത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനത് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളത് കണ്ട് തന്നെ മനസ്സിലാക്കണം. ഇതിൻ്റെയൊക്കെ ഒരു സെറ്റപ്പ് നോക്കി. ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കൊതി വരൂലേ. ഒരു വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കണം.
ഇത് നിങ്ങളുടെ സെക്കൻഡ് കിച്ചനാണ്. എല്ലാവരും ഭിത്തിയിലൊക്കെ കംപ്ലീറ്റ് ടൈലൊക്കെ ഒട്ടിച്ചുള്ള സെറ്റപ്പാണ്. പുകയും കാര്യങ്ങളൊന്നും പിടിക്കാണ്ടിരിക്കാൻ ഇവിടെ പുകയില്ലാത്തൊരടുപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട്. തീ കത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ളതാണത്. ഇതൊരു എൻ്റർടൈൻമെൻറ്റ് റൂമാണ്. ഇവിടെയാണ് ടി വിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണം. അടിപൊളി റൂം. ഇവിടെയാണ് ടി വി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തേക്കണം. ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ CCTV വിഷ്വലെല്ലാം കാണാൻ പറ്റും. ആ ഒരു രീതിയിലാണ് ഇവിടെ ഇരുന്നാലും വെളിയിൽ ആര് വന്നാലും എല്ലാവരും നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ കാണാനുള്ള ഒരു സൗകര്യവും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി താഴത്തെ നിലയിൽ 3 ബെഡ്റൂമാണുള്ളത്. അതിലിപ്പോൾ ഒരു റൂമാണ് കണ്ടത്. ഒരു ഇതെന്താ പറയുക, എൻ്റർടൈൻമെൻറ്റ് റൂമായിട്ട് സെറ്റ് ചെയ്തേക്കണ റൂമാണത്. ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാം. ഇത് താഴത്തെ നിലയിലെ 2ാമത്തെ റൂമാണ്. എല്ലാ റൂമും AC ആണ്. എല്ലാവരും നല്ല വെൽ വർക്കാണ്, ഒന്നും പറയാനില്ല. എല്ലാം നല്ല പക്ക ഫിനിഷിങ്ങിലാണ് എല്ലാ റൂമും സെറ്റ് ചെയ്തേക്കണം. എല്ലാത്തിനും നല്ല സ്റ്റോറേജ് സ്പേസും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് ഡ്രസ്സിങ് ഏരിയയാണ്. ഇവിടെ ഒരു ഡ്രസ്സിങ്ങിന് ഉള്ള ഒരു കബോർഡും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിവിശാലമായ ഒരു ബാത്റൂം ഇതിന് കൊടുത്തിട്ടുണ്ട്. നല്ല എല്ലാ ബാത്റൂമും നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് എല്ലാ റൂമിനും കൊടുത്തിട്ടുള്ളത്. ഈ വീട് ആര് കണ്ടാലും ഇഷ്ടപ്പെട്ടു. വന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീടിന് ഒരു നെഗറ്റീവായിട്ടൊന്നും പറയാനുണ്ടാവില്ല. കാരണം അതേപോലെയാണ് ഈ വീടിൻ്റെ നിർമ്മാണം. ഇനി ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഇതെല്ലാവരും നല്ല അടിപൊളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി വർക്കാണ് എല്ലാത്തിനും ഉള്ളത്. അങ്ങനെ എല്ലാം നല്ല പക്ക ഫിനിഷിങ് ആണ്. എല്ലാ സെറ്റപ്പ് വീടും ഒരാൾ വന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കുറ്റവും പറയാനില്ല എന്നുള്ളതാണ്. അതുപോലെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള സ്റ്റോറേജ് സ്പേസും കബോർഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒന്നും ഓവറല്ല, എന്നാൽ എല്ലാം ഉണ്ട് എന്നാലും. ഇത് നിങ്ങളുടെ ഡ്രസ്സിങ് ഏരിയയാണ്. ഇത് ഡ്രസ്സിങ്ങിൻ്റെ കബോർഡ് കാര്യങ്ങൾ. ഇതാണ് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബാത്റൂം. ഇതിനൊരു ഗ്ലാസ് പാർട്ടീഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും കൊടുത്തിട്ടുണ്ട്. ആ ഒരു പോർഷനിൽ കുളിക്കാനും ഇപ്പുറത്ത് അല്ലാതെ. അപ്പോൾ ആ ഒരു ഫെസിലിറ്റിയും കാര്യങ്ങളുമൊക്കെ ഇതിനുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ കാഴ്ചകൾ കാണാം. താഴത്തൊക്കെ നമ്മൾ ഏകദേശം കണ്ടു കഴിഞ്ഞ് ഇനി നമുക്ക് ഈ വീടിൻ്റെ മുകളിലോട്ട് കയറി ചെല്ലാം. ഈ വീടിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ ഒരു വർക്കിലുള്ള ഫിനിഷിംഗ് ആണ് നമ്മൾ നോക്കേണ്ടത്. അത് കാരണം ഒരു ബിൽഡറും എഞ്ചിനീയറുമായ ഒരാൾ ഓണർ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിത വീടെന്ന് പറയുമ്പോഴേക്കും, അതായത് ഇതിൻ്റെ എല്ലായിടത്തും ആ ഒരു ഓണറുടെ ശ്രദ്ധ ചെന്നിട്ടുണ്ടെന്നുള്ളതാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായിട്ടെല്ലാം നോക്കി ഒരു പോരായ്മ നമുക്ക് ഇതിനകത്ത് കാണിക്കാൻ പറ്റില്ല. അത്രയും നല്ല സെറ്റപ്പായിട്ട് ഫിനിഷ് ചെയ്തൊരു വീടാണ്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുകളിലത്തെ ഹാളാണ്. ഇവിടെ ഒരു ചെറിയൊരു കിച്ചണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വാഷ് കൗണ്ടറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് മുകളിലത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂം. ഇതും താഴത്തെ നിലയിലെ കൂട്ട് തന്നെ ആ സെയിം സൈസിലുള്ള ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ പിന്നെ വലിയ കബോർഡും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. താഴത്തെ ഇത്രയും ഇതൊന്നുമില്ല. ഇതിനൊരു ചെറിയൊരു കബോർഡ് ഉണ്ട്. പിന്നെ ഈ കട്ടിലിൻ്റെ സൈഡിലുള്ള കബോർഡ് മാത്രമേ ഇതിൻ്റെ അകത്ത് ഇല്ലാതുള്ളൂ. ഇതിനകത്ത് ബാത്റൂമിലൊരു ടബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിൽ ബാത്ത് ടബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല പക്ക ഫിനിഷിംഗ് ആണ്. എല്ലാ വർക്കിലും ഫിനിഷിംഗ് എന്ന് പറഞ്ഞ സാധനം കറക്റ്റാണ്. ഇവിടെയാണ് ഒരു ചെറിയൊരു കിച്ചൺ സെറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ ഒരു വാഷ് കൗണ്ടർ മുകളിലത്തെ നിലയിൽ സെറ്റ് ചെയ്തേക്കാണ്. പിന്നെ ഈ വീടിന് 2 സ്റ്റെയർ കേസ് ഉണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഈ വീടിൻ്റെ മുകളിലത്തെ ഒരു ചെറിയ കിച്ചൺ.
അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ചെറിയ കിച്ചണാണിത്. എന്നാൽ വലിയ കിച്ചൺ എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ കിച്ചണും മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ മുകളിലത്തെ നിലയിലൊരു കോമൺ ബാത്റൂമും ഉണ്ട്. ബാത്റൂമിനൊക്കെ എല്ലാത്തിനും നല്ല സ്പേസാണ്. ഇടുങ്ങിയ ബാത്റൂമൊന്നുമല്ല, എല്ലാനും നല്ല സ്പേസുള്ള ബാത്റൂമാണ്. അതുപോലെ തന്നെ ഇതിന് ഉപയോഗിച്ചേക്കണ മെറ്റീരിയൽ എല്ലാനും ബ്രാൻഡഡ് മെറ്റീരിയലാണ് ഈ വീടിന് ഉപയോഗിച്ചേക്കണത്. എല്ലാനും അതായത് A to Z ഉപയോഗിച്ചേക്കണത്. ഫിറ്റിങ്സ് ആയാലും തടിയായാലും എല്ലാനും. തടിയൊക്കെ ഇവിടെ തന്നെ പണിതാണ്, കാരണം പുള്ളിക്ക് കൺസ്ട്രക്ഷൻ കമ്പനി ഉള്ളതാണ്. അത് കാരണം ഇവിടെ തന്നെ പണിതാണ്. ഈ വീടിനോട് ചേർന്ന് തന്നെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട്, അവിടെ ഒരു വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതെല്ലാം അടക്കമാണ് ഇപ്പോൾ വിൽക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ 2 ഫാമിലിക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അതിൻ്റെ 4 ബെഡ്റൂമും 2 ബാത്റൂമൊക്കെ ഉള്ളൊരു ഔട്ട് ഹൗസ് ഇതിൻ്റെ പുറത്തുണ്ട്. അപ്പോൾ എല്ലാം കൂടിയും 31 സെൻറ്റ് സ്ഥലവും ഈ 3400 സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ഉദ്ദേശിക്കണ വില 2,60,00,000 രൂപയാണ്. അത് ഒരിക്കലും എന്താ പറയണ, ഈ ഒരു വീടിനും ഈ ഒരു സ്ഥലത്തിനും കൂടി ഒരിക്കലും കൂടുതലല്ല. അത്രയും ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. കണ്ടില്ലേ വീടിൻ്റെ ഒരു ലുക്ക് കണ്ട. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം. ബാക്കിൽ കൃഷി ചെയ്യാനും കാര്യങ്ങൾക്കുള്ള സൗകര്യമുണ്ട്. അതുവഴി ഒരു സ്റ്റെയർ കേസ് ഉണ്ട് അകത്തേക്കൂടി തന്നെ. അത് കംപ്ലീറ്റ് മുകളിലെല്ലാം ഗ്രില്ലൊക്കെ ഇട്ട് ക്ലോസ് ചെയ്തേക്കണേണ്. അതിൻ്റെ അകത്തേക്ക് കൂടി പുറത്തുനിന്നൊന്നും ഒരാൾക്കും കയറാൻ പറ്റില്ല, അകത്തേക്കൂടി തന്നെ ഇറങ്ങി പോകണം. വീടിൻ്റെ അകത്തേക്കൂടി തന്നെ സെറ്റ് ചെയ്തേക്കണ ഒരു സ്റ്റെയർ കേസാണ്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അതായത് ഈ ഒരു ഏരിയ എന്നാണ് അത് സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യണത്. ഇതാണ് ഞാൻ പറഞ്ഞ കൃഷി ചെയ്യാനൊക്കെ പറ്റിയൊരു ഏരിയ ഉണ്ടെന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ബാക്കിലൊക്കെ ഉണ്ട് ചെടികളൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ കാണുന്നതാണ് ഈ ഔട്ട് ഹൗസ് എന്ന് പറഞ്ഞത്. അതിൻ്റെ അകത്ത് 2 ഫാമിലിക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. 4 ബെഡ്റൂമും 2 ബാത്റൂമൊക്കെ ഉള്ളൊരു ഔട്ട് ഹൗസാണത്. അത്യാവശ്യം നല്ല സൗകര്യമുള്ളത് കണ്ട. ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റെയർ കേസ്. ഈ സ്റ്റെയർ കേസ് ഇറങ്ങി നമുക്ക് താഴോട്ട് ചെല്ലാൻ പറ്റും. ഇതിന് പുറത്ത് ഒരു ഗ്രില്ലിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവഴി നമ്മൾ നേരെ ഇറങ്ങി ചെല്ലണത് നമ്മുടെ ഔട്ട് ഹൗസിൻ്റെ ഫ്രണ്ട് കാണാൻ പറ്റും. ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ ഉണ്ട്. ഇതാണ് ഔട്ട് ഹൗസിൻ്റെ ഫ്രണ്ട്. ഇതൊരു വർക്ക്ഷോപ്പൊക്കെ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കാരണം തടിപ്പണിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് 2 ഹിന്ദി ഫാമിലിയാണ് ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാം അടക്കമാണ് ഇത് വിൽക്കാൻ പോണത്. എല്ലാം മൊത്തത്തിൽ വിൽപ്പനയാണ്. അപ്പോൾ ഈ വീട് സ്ഥിതി ചെയ്യണത് ചെങ്ങന്നൂരിൽ നിന്ന് മാവേലിക്കരക്ക് പോകുന്ന റൂട്ടിലാണ്, പുലിയൂർ കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. നല്ല അടിപൊളി വീടാണ്. 31 സെൻറ്റ് സ്ഥലമുണ്ട്. അപ്പോൾ ഒന്നും പറയണ്ടല്ലോ, ഇനി എല്ലാ സൗകര്യമുള്ള അടിപൊളി വീട്.